അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. CPM നേതാവ് ശ്രീ അരുൺകുമാർ, സിമി റോസ്ബെൽ ജോൺ അവർ AICC അംഗമാണ്. അത്ര വലിയ സംഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. പാർട്ടിക്കുള്ളിലെ പവർ ഗ്രൂപ്പിനെ പറ്റി, പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി, പാർട്ടിക്കുള്ളിൽ വനിതകൾ നേരിടുന്ന പരിഹാസത്തെ പറ്റിയൊക്കെ തുറന്നടിച്ചത്. അത് പേരെടുത്താണോ പറയുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ, എറണാകുളം MP-യുടെ, മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പേരെടുത്ത് ഇത്തരത്തിൽ ന്യൂസ് 18-ലൂടെ പ്രതികരിച്ചിരുന്നു. താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഇത്തരത്തിലുള്ള അപജയങ്ങൾ അത് കോൺഗ്രസിൽ സംഘടനാ തലത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് അത് എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സംഘടനാ നേതൃത്വത്തിലുള്ള ആളെന്ന നിലയിൽ താങ്കൾ നോക്കിക്കാണുന്നത്? പ്രതിപക്ഷത്താണെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഒരു AICC അംഗം നടത്തിയ വെളിപ്പെടുത്തലാണ്. സാധാരണ സംഘടനയിൽ ഏതെങ്കിലും തരത്തിൽ അനഭിമിതരായി പുറത്തു പോവുകയും സംഘടനാ നടപടിയെടുത്ത് പുറത്തുപോയ ഒരാൾ വിശദീകരിക്കുന്നത് പോലെയല്ല, ആരോപണം ഉന്നയിക്കുന്നത് പോലെയല്ല. ആ സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വനിത കൃത്യമായിട്ടുള്ള തെളിവുകളോടെ പേരും സ്ഥലവും സമയവും ഒക്കെ വ്യക്തമാക്കി, കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആരോപണമല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് അത് കേൾക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാകുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പരിശോധനയും അന്വേഷണവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പ്രതികരണവും ഇതിൽ ആവശ്യമാണ്. ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കണമെന്നെല്ലാം പറഞ്ഞ് സമരം നടത്തുന്ന സംഘടനയാണല്ലോ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകണം. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര്, സമയം, അതുപോലെ ഡേറ്റ്, വിക്ടിം, അക്യൂസ്ഡ് ഇതൊന്നും വെളിപ്പെടുത്താതെ വന്ന റിപ്പോർട്ടിന്മേൽ നടപടി ആവശ്യപ്പെടുന്നവർ ഇവയെല്ലാം വെളിപ്പെടുത്തി വരുന്ന കൃത്യമായിട്ടുള്ള ആരോപണം അവരുടെ സംഘടനയിൽ നിന്ന് വരുമ്പോൾ അതും ഗൗരവത്തിൽ കാണാനും പ്രതികരിക്കാനുമുള്ള ഒരു മനസ്സ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നിർഭാഗ്യവശാൽ ഇന്നലെ വൈകുന്നേരം മുതൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഒന്നും നമ്മൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. അതുപോലെ മറ്റു മാധ്യമങ്ങളും ഈ വിക്ടിമിനെ പോയി കണ്ടു, ചെറിയ ഒരു ബൈറ്റ് എടുത്തു എന്നല്ലാതെ ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം, അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന്റെ ഒരു കാതലെല്ലാം മനസ്സിലാക്കി ഏതു മേഖലയിലായാലും അതിശക്തമായിട്ടുള്ള പ്രതിരോധവും അതുപോലെ അന്വേഷണവും ഇത്തരത്തിലുള്ള സാഹചര്യം ഇല്ലാതെ ഉറപ്പുവരുത്താനുള്ള ഒരു പൊതുബോധം നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിന് വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതികരണം സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നതാണ് എന്റെ അഭിപ്രായം. ഇത് AIF പറവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. അരുൺകുമാർ, എങ്ങനെയാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ? കാരണം എറണാകുളം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന നേതാവായതുകൊണ്ട് ചോദിച്ചതാണ്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. ഇന്നലെ പറവൂര് തന്നെ ഞാൻ പറവൂർ മൂത്തകുന്നത്ത് ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവിടെ ഒരു പഴയ സഖാവിന്റെ അനുസ്മരണ യോഗമാണ്. ആ സമ്മേളനത്തിലടക്കം ഞങ്ങൾ ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്നലെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ ഉള്ളടക്കം നന്നായി തന്നെ അവിടെ പൊതുയോഗത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള തുടർ പ്രക്ഷോഭങ്ങളും നടപടികളുമെല്ലാം പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും, അതിൽ സംശയമില്ല. ഉറപ്പായും പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുണ്ടാവല്ലേ? ഉറപ്പായി. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പല കോൺഗ്രസ് നേതാക്കളെയും ഇന്നലെ തന്നെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവർ ഓഫ് റെക്കോർഡായി പറഞ്ഞ പ്രതികരണങ്ങളൊക്കെ അതിരൂക്ഷവും ദയനീയവുമാണ്. ഇത്തരം പ്രതികരണങ്ങളിൽ എന്ത് പ്രതികരിക്കാനാണ് എന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിക്കുന്നു. ഒരു സ്വന്തം പാർട്ടിയിലെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മുതിർന്ന നേതാവിന്റെ വാക്കുകളോട് ഇത്തരത്തിലൊക്കെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം അരാഷ്ട്രീയമാണ്? തീർച്ചയായും അതെ. കാരണം കൃത്യമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി നേരിടുന്ന ആളുടെ ആരോപണം അല്ലല്ലോ. കാരണം തനിക്കെതിരായിട്ടുള്ള ആരോപണത്തെ പ്രതിരോധിക്കാൻ, സർക്കമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യാരോപണം അല്ല, മറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ന്യൂസ് 18 അത് പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ വസ്തുതകൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഉദാഹരണങ്ങൾ, സാഹചര്യങ്ങളെല്ലാം നന്നായി തന്നെ ഈ വിക്ടിം കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചരിത്രവും അതുപോലെ തന്നെ അവരുടെ സംഘടനയിൽ വഹിച്ച പങ്കും ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കും അവരുടെ ഒരു വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഹിസ്റ്ററിയും എല്ലാം നമുക്കറിയാം. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും അവരുടെ ശബ്ദം ഇല്ലാതാക്കാനല്ല കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കേണ്ടത്. അത് കൃത്യമായിട്ട് അവർ ഉന്നയിച്ച വിഷയത്തിൽ അർത്ഥമുണ്ടോ, കാതലുണ്ടോ എന്നുള്ള പരിശോധനയാണ്. കാരണം ഇത്തരത്തിൽ പരിമിതികളുണ്ട് ഇത്തരത്തിലുള്ള വിക്ടിമിന്. അവർ പുറത്തേക്ക് വിടുന്ന വിവരങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധനയും അന്വേഷണം നടത്തി അത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഇതിൽ പ്രതികരിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. എല്ലാവരും ഇത് ഗൗരവത്തോടെ തന്നെ കാണണം. ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിൽ ഉള്ള അവഗണനയും അതോടൊപ്പം തന്നെ ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവരങ്ങളുമെല്ലാം അതിശക്തമായിട്ടുള്ള പരിശോധനയ്ക്കും അതുപോലെ ഒരു പ്രതിരോധത്തിനും ഇത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്.
വളരെ നന്ദി ശ്രീ അരുൺകുമാർ പ്രതികരിച്ചതിന്. ഉറപ്പായും പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. AYFന്റെ പ്രതിഷേധമുണ്ട്, സംഘടനാ തലത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് ഇപ്പോൾ അഡ്വക്കേറ്റ് KS അരുൺകുമാറും വ്യക്തമാക്കുന്നു. അങ്ങനെ കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യം ഏറ്റവും കൂടുതലുണ്ട് എന്ന് പറയപ്പെടുന്നുവെങ്കിൽ പോലും എത്രമാത്രം അവാസ്യമായ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നതായിരുന്നു. ആ വെളിപ്പെടുത്തലുകൾ ഏറ്റവും കൂടുതൽ ആർജവമുള്ള നേതൃത്വം അതിന് മറുപടി നൽകേണ്ടതുമാണ്. നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം.